ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിന് സമയമായിരിക്കുന്നു. ഒരു പുതിയ കഥയുമായിട്ട് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. കഥ പറയാൻ ഞാനും തയ്യാറാണ്. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, ഒരു ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഈ പരിപാടിയിലൂടെ കടന്നു വരുന്നു. കഥ മാത്രമല്ല, അവസാനം കുറച്ച് സമകാലിക വിഷയങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പ്രതിപാദിക്കാറുമുണ്ട്. അല്ലെങ്കിൽ ഒരു ഗുണപാഠോ മറ്റോ പോലെയൊക്കെ പറയാറൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് കഥയിലോട്ട് കിടക്കാം, വൈകണ്ട. ചെറിയൊരു കഥയാണ്. ലോറൽ മരത്തിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അത് നാടോടി കഥകളുടെ ഒരു പുസ്തകമാണ്. അതിൽ നിന്നെടുത്ത ഒരു ചെറിയൊരു കഥയാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത്, അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രോതാക്കൾ കേട്ടോളൂ. വിജയപുരം എന്ന ഗ്രാമത്തിൽ 4 സഹോദരന്മാർ താമസിച്ചിരുന്നു. അതിൽ മൂത്ത 3 സഹോദരന്മാരും മഹാപണ്ഡിതന്മാരായിരുന്നു. എന്നാൽ ഏറ്റവും ഇളയ സഹോദരൻ തീരെ പഠിപ്പില്ലാത്തവനായിരുന്നു. പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇളയ സഹോദരൻ പഠിച്ചില്ല. കൃഷിക്കാര്യങ്ങളും വീട്ടുജോലികളും ചെയ്യാനുള്ള താല്പര്യം കാരണം പഠനം മുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം 4 പേരും കൂടി പട്ടണത്തിലേക്ക് ഒരു യാത്ര പോയി. വിദ്വാൻമാർക്ക് മറ്റു ചില പണ്ഡിതന്മാരെ കാണണമായിരുന്നു. ഇളയ സഹോദരൻ വീട്ടിലേക്ക് കൃഷിക്കായി ചില വിത്തിനങ്ങൾ വാങ്ങുന്നതിനും കൂടിയാണ് അവരോടൊപ്പം യാത്ര തിരിച്ചത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 4 പേരും കൂടി പട്ടണത്തിലേക്ക് ഒരു യാത്ര പോയി. അങ്ങനെ അന്നത്തെ കാലമല്ലേ, പട്ടണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. വിദ്വാൻമാർക്ക് മറ്റ് ചില പണ്ഡിതന്മാരെ കാണണമായിരുന്നു. ഇളയ സഹോദരൻ വീട്ടിലേക്ക് കൃഷിക്കായി ചില വിത്തിനങ്ങൾ വാങ്ങുന്നതിനും കൂടിയാണ് അവരോടൊപ്പം യാത്ര തിരിച്ചത്. ഇന്നത്തെ പോലെ പണ്ട് വാഹന സൗകര്യം ഉണ്ടായിരുന്നില്ല. അതിനാൽ ഒരു വലിയ കാട്ടുവഴിയിലൂടെ നടന്നാണ് അവർ പോയത്. അങ്ങനെ അവർ വനപ്രദേശത്തു കൂടി സഞ്ചരിക്കവേ വഴിയിൽ ഒരിടത്ത് കുറച്ച് എല്ലിൻ കഷ്ണങ്ങൾ കിടക്കുന്നത് കണ്ടു. ചത്തുപോയ ഒരു സിംഹത്തിൻ്റെ അസ്ഥികളായിരുന്നു അത്. 4 സഹോദരങ്ങളും ശ്രദ്ധയോടെ ആ അസ്ഥി കഷ്ണങ്ങൾ നോക്കി നിന്നു. ഒന്നാമത്തെ വിദ്വാൻ പറഞ്ഞു, ഒത്തിരി നാളുകൾക്ക് മുമ്പ് ഇവിടെ കിടന്ന് ചത്തുപോയ ഒരു സിംഹത്തിൻ്റെ അസ്ഥിയാണിത്. എൻ്റെ അറിവും മന്ത്രശക്തിയും ഉപയോഗിച്ച് ഞാൻ ഈ എല്ലിൻ കഷ്ണങ്ങളെ അസ്ഥികൂടമാക്കാൻ പോവുകയാണ്. അങ്ങനെ ഒന്നാമത്തെ വിദ്വാൻ സിംഹത്തിൻ്റെ പൂർണ്ണമായ അസ്ഥികൂടം നിർമ്മിച്ചു. അപ്പോൾ രണ്ടാമത്തെ പണ്ഡിതൻ പറഞ്ഞു, എൻ്റെ വിദ്യ കൊണ്ട് ഈ അസ്ഥികൂടത്തിന് മാംസവും ചർമ്മവും ഞാൻ നൽകുകയാണ്. അങ്ങനെ രണ്ടാമത്തെ വിദ്വാൻ സിംഹത്തിൻ്റെ അസ്ഥികൂടത്തിനെ പുഷ്ടിയുള്ള ഒരു സിംഹമാക്കി മാറ്റി. ഇത് കണ്ട് മൂന്നാമത്തെ പണ്ഡിതൻ പറഞ്ഞു, സിംഹത്തിന് ആ രൂപം മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ജീവനില്ലാത്ത സിംഹം എന്നല്ലേ പറയാൻ പറ്റൂ. അതുകൊണ്ട് എൻ്റെ അറിവും മന്ത്രശക്തിയും കൊണ്ട് ഞാൻ ഇതിന് ജീവൻ കൊടുക്കാൻ പോകുന്നു. ജീവനുള്ളൊരു സിംഹത്തെ നമുക്ക് ഉടനെ കാണാം. ഈ രംഗങ്ങളെല്ലാം കണ്ടു നിന്ന ഇളയ സഹോദരൻ ജ്യേഷ്ഠനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അരുത്, ദയവായി ജ്യേഷ്ഠൻ സിംഹത്തിന് ജീവൻ കൊടുക്കരുത്. അത് അപകടം വരുത്തി വെക്കുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് ചെയ്യരുത്. അത് കേട്ട 3 വിദ്വാൻമാരും ഇളയ സഹോദരനെ പരിഹസിച്ചു. നീ ഒരു വിഡ്ഢി തന്നെയാണ്. നീ അറിവ് നേടാത്തത് ഞങ്ങളുടെ കുറ്റമല്ലല്ലോ. ഞങ്ങളുടെ കഴിവ് കണ്ട് അസൂയ തോന്നിയത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് നീ പൊയ്ക്കോ. ഞങ്ങളുടെ പ്രവൃത്തികൾക്ക് തടസ്സം നിൽക്കരുത്. സിംഹത്തിന് ജീവൻ കൊടുക്കുവാൻ പോകുകയാണെന്ന് മനസ്സിലാക്കിയ ഇളയ സഹോദരൻ അവിടെ നിന്ന് മൂടി ഒരു മരത്തിന് മുകളിൽ കയറിയിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് അവൻ അവിടെ ഇരിപ്പായി. ഈ സമയം മൂന്നാമത്തെ വിദ്വാൻ സിംഹത്തിന് ജീവൻ നൽകി. സിംഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ ചുറ്റും നോക്കി. നല്ല വിശപ്പോടെ അത് തൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്ന 3 പേരെയും നോക്കി. പിന്നീട് സംഭവിച്ച കാര്യം പറയണോ? നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. 3 വിദ്വാൻമാരെയും സിംഹം കടിച്ചു കീറി കൊന്ന് ഭക്ഷണമാക്കി.
തൻ്റെ ജ്യേഷ്ഠന്മാർക്ക് സംഭവിച്ച ദുർവിധി ഓർത്ത് മരത്തിലിരിക്കുകയായിരുന്ന ഇളയ സഹോദരൻ അതീവ ദുഃഖിതനായി. സിംഹം കാട്ടിലേക്ക് കയറിപ്പോയ തക്കം നോക്കി അവൻ മരത്തിൽ നിന്ന് ഇറങ്ങി പട്ടണത്തിലേക്ക് പോകാതെ തിരികെ വീട്ടിലേക്ക് പോയി. ഇത്രയുമാണ് കഥ. അപ്പോൾ എല്ലാവരും കഥ കേട്ടു, ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സാമാന്യ ബോധമില്ലാത്ത മഹാപാണ്ഡിത്യം അപകടം ക്ഷണിച്ചു വരുത്തും. ഇതാണ് ഈ കഥ അർത്ഥമാക്കുന്നത്. ഇവിടെ ഒരു 4 സഹോദരന്മാരാണ് കഥാപാത്രങ്ങൾ. ഇളയ സഹോദരൻ പഠിച്ചില്ല, കൃഷിയും വീട്ടുകാര്യങ്ങളും ഒക്കെ നോക്കി നടന്നു. അതുകൊണ്ട് പഠനമൊന്നും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഇത് പറയുമ്പോഴാണല്ലേ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും കാണും ഇത്തരത്തിൽ ചില ആൾക്കാർ. അവരിങ്ങനെ വീട്ടിലെ കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാകും. ചില മലയോര പ്രദേശത്തൊക്കെ ഇങ്ങനെ അല്ലേ കുറേ ആൾക്കാർ ഇങ്ങനെ കാണും. സഹോദരങ്ങളൊക്കെ നല്ല പഠിക്കുമായിരിക്കും. അവർ പഠിച്ച് ഡിഗ്രിയൊക്കെ എടുത്ത് പ്രൊഫഷണൽ ഡിഗ്രിയൊക്കെ കരസ്ഥമാക്കി അവരങ്ങനെ വിദേശത്തൊക്കെ പോയി നല്ല പൈസയൊക്കെ സമ്പാദിക്കും. അപ്പോൾ അവിടെ 1-2 മക്കൾ ഇങ്ങനെ കാണും. വലിയ വലിയ കുടുംബങ്ങളിലൊക്കെ ചില മക്കൾ, എല്ലായിടത്തും ഒക്കെ ഉണ്ട്. മലയോര പ്രദേശത്ത് പോകണമെന്നില്ല, നമ്മുടെ എല്ലാ നാട്ടുപുറങ്ങളിലൊക്കെ കാണാം. അവരിങ്ങനെ വീട്ടുകാര്യമൊക്കെ നോക്കി, നാട്ടിലെ കാര്യമൊക്കെ നോക്കി നടക്കും. ആൾക്കാരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ച് വളരെ നാട്ടിലെ ജീവിതമൊക്കെ ഇഷ്ടപ്പെട്ട് നടക്കും. അവസാനം പഠിപ്പൊക്കെ തികഞ്ഞ മറ്റ് സഹോദരങ്ങൾ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ ചേക്കേറും, നല്ല സമ്പാദിക്കും, പണം കൊയ്യും. പക്ഷേ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ കാണും, അവർ വൃദ്ധരാകും. അവരെ സംരക്ഷിക്കാൻ ഈ നാട്ടിലുള്ള മക്കളെ കാണും അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. നമ്മൾ ചുറ്റും നോക്കി അങ്ങനെയൊക്കെ ഒത്തിരി കഥാപാത്രങ്ങളെ കാണും. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അല്ലേ, വൃദ്ധരായ മാതാപിതാക്കളെയൊക്കെ നോക്കി ജീവിക്കുന്ന കുറേ പേര് കാണും. ആരെയും താരതമ്യം ചെയ്യല്ല, മക്കളെ താരതമ്യം ചെയ്യില്ല. ഓരോരുത്തർക്കും ഓരോ വഴിയുണ്ട്, ഓരോരുത്തരും അവരുടെ വഴി കണ്ടെത്തുകയാണ്. പക്ഷേ പലപ്പോഴും ഈ മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്നത് ഇത്തരം നാട്ടിൽ തങ്ങുന്ന അല്ലേ മക്കളായിരിക്കും. അവരായിരിക്കും ഒന്ന് ആശുപത്രി കൊണ്ടുപോകാനോ ഒക്കെ കാണുക. ഇവിടെ ഇത് പറയാൻ കാരണം ഞാനിങ്ങനെ ഒരു ഇളയ സഹോദരൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. മറ്റുള്ളവർക്കൊക്കെ പുച്ഛമാണ് ഈ ഇളയ സഹോദരനോട്. ഒരു ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനെ പോലെയാണ് അവർ കാണുന്നത്. നമുക്ക് ആ കഥ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അവരെ പഠിപ്പിനോടൊക്കെ വളരെ അസൂയുള്ള വ്യക്തിയായിട്ടൊക്കെയാണ് ഈ ഇളയ സഹോദരനെ ഈ കഥയിൽ 4 ജ്യേഷ്ഠന്മാർ കാണുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിംഹത്തിൻ്റെ സംഭവം സംഭവിക്കുന്നത്. കൃഷി ചെയ്യുന്ന, വീട്ടുജോലികൾ നോക്കുന്ന ഈ വ്യക്തിക്ക് കുറച്ച് സാമാന്യ ബോധമുണ്ട്, പ്രായോഗിക ബോധമുണ്ട്, അല്ലെ പ്രായോഗിക തലത്തിൽ കാര്യങ്ങൾ ചെയ്യാനറിയാം, അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധമുണ്ട്. ഇവർ യാഥാർത്ഥ്യ ബോധമുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവർ പഠിച്ച കാര്യങ്ങളിൽ വളരെ ഉയർന്നു നിൽക്കുമ്പോൾ, ഭൗതികമായിട്ടൊക്കെ ഉയർന്നു നിൽക്കുമ്പോൾ അവർക്ക് അത് പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാനും അതുകൊണ്ട് കാര്യങ്ങൾ നടത്താനും ഒക്കെ അറിയാം. പക്ഷേ പ്രായോഗിക ബുദ്ധി അല്ലെങ്കിൽ സാമാന്യ ബോധം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു കാര്യം വരുമ്പോൾ ഇവർക്കില്ല, വട്ടപൂജ്യമാണ്. അങ്ങനെയാണ് അവർ സിംഹത്തിൻ്റെ വായിൽ അകപ്പെടുന്നത്. പഠിപ്പില്ലാത്ത അനുജന് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും. മനുഷ്യരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ തോന്നാറുണ്ട്, മനുഷ്യർ ഇങ്ങനെയൊക്കെ അല്ലേ. ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അതിനകത്ത് ഇങ്ങനെയാണ്. ഡൈനോസറുകൾക്ക് ജീവൻ നൽകുകയാണ്. ഒരു കൊതുകിൻ്റെ അല്ലേ, ഒരു കല്ലിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു കൊതുകിൽ നിന്ന് അതിൻ്റെ DNA ഒക്കെ വേർതിരിച്ചെടുത്ത്, അത് ഡൈനോസറിൻ്റെ മറ്റുമൊക്കെ DNA മറ്റോ ആയിരുന്നു, അല്ലെങ്കിൽ രക്തമായിരുന്നു അതിനകത്തുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള DNA ഒക്കെ എടുത്ത് അതൊരു ഡൈനോസറിന് ജീവൻ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുകയും, അല്ലെങ്കിൽ ഡൈനോസറിനെ വളർത്തിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കഥയാണ്. അത് അവസാനം ആ പാർക്കിൽ, ആ ജുറാസിക് പാർക്കിൽ ഉള്ള മനുഷ്യർക്ക് തന്നെ അപകടം വരുത്തുകയാണ്. ഡൈനോസർ തിരിച്ച് മനുഷ്യനെ ആക്രമിക്കാനും ഭക്ഷിക്കാനും ഒക്കെ തുടങ്ങിയാണ്. ഒരു കൗതുകത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ അവരുടെ ശാസ്ത്രം ഉപയോഗിച്ച് അവർ അതിനെ വികസിപ്പിക്കുമ്പോൾ അത് വരുത്തി വെക്കുന്ന വിനയാണ് ആ സിനിമയിൽ ഇതിവൃത്തമാകുന്നത്. ഫസ്റ്റ് പാർട്ടിലെ കഥയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെയും പല പല പാട്ടുകൾ ജുറാസിക് പാർക്ക് ഇറങ്ങിയിട്ടുണ്ട്.
അപ്പോൾ അത് ആദ്യത്തെ സിനിമയിലെ കഥ അങ്ങനെയാണ്. ചിലപ്പോൾ ഈ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കാം ആ കഥ രൂപപ്പെട്ടത്. വെറുതെ ഒന്ന് ചിന്തിക്കുകയാണ്. ഇതൊരു നാടോടി കഥയാണല്ലോ. ഇത്തരം കഥ വായിച്ചപ്പോഴായിരിക്കും അത് എഴുതിയ കഥാകൃത്തിന് അങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. ചിലപ്പോൾ അങ്ങനെ വരാം. അതൊക്കെ നമ്മൾ ന്യൂക്ലിയർ ബോംബുകളൊക്കെ ഉണ്ടാക്കുന്നത് വളരെ വളരെ മത്സരിച്ച് നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതും മനുഷ്യന് തന്നെ വിനാശം വിതയ്ക്കുകയാണ്. മനുഷ്യജന്മത്തിന് തന്നെ ഭീഷണിയാവുകയാണ്. ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം ന്യൂക്ലിയർ ബോംബുകൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭൂമുഖത്ത് മനുഷ്യരൊന്നും കാണില്ല. അത് കണക്കാണ് ശാസ്ത്രം നമുക്ക് പാണ്ഡിത്യമുണ്ട്, അറിവുണ്ട്, പക്ഷേ നമുക്ക് സാമാന്യ ബോധമില്ല. യുദ്ധങ്ങളിലുമൊക്കെ നമ്മൾ കാണുന്നതാണ്, ഒരു സാമാന്യ ബോധമില്ലായ്മയുണ്ട്. മത്സരിക്കുകയാണ്, കിടമത്സരമാണ്. പുതിയ പുതിയ ആയുധങ്ങൾ വാങ്ങിക്കാനും അത് പ്രയോഗിക്കാനും ഒക്കെ. ഇതെല്ലാം ലോകത്തിന് വരുത്തി വെക്കുന്ന വിനയോ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. പ്രകൃതിയിലിപ്പോൾ വലിയ മാറ്റങ്ങളാണ്. എല്ലാം നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ഒരു പരിണാമത്തിൻ്റെ ഫലമായിട്ട് ആണ് സംഭവിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ക്രമാതീതമായി വാഹനങ്ങൾ ഓടിക്കുകയും നമ്മൾ വ്യവസായങ്ങൾ നടത്തുകയും അതിൽ നിന്നുള്ള അന്തരീക്ഷ മലിനീകരണം മറ്റുമൊക്കെ ഭൂമിക്ക് വലിയൊരു വിപത്തുണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് പോലും ഒരു സ്ഥിരതയില്ല. കാലം തെറ്റിയ മഴയും കാലം തെറ്റിയ ചൂടും തണുപ്പുമൊക്കെ മാറി മാറി ഇങ്ങനെ വരികയും പേമാരി വരികയും സൈക്ലോൺ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ശാസ്ത്രം അറിവ് നമുക്ക് നൽകുമ്പോൾ ഒരു സാമാന്യ ബോധമില്ലായ്മ നമുക്കുണ്ട്. അത് എത്രമാത്രം പ്രയോഗിക്കാം, അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വിപത്തുകൾ അതിനെക്കുറിച്ച് നമുക്കൊന്നും വലിയ ധാരണയില്ലാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശാസ്ത്രം വളരുന്നുണ്ട്, മനുഷ്യനത് ഗുണം ചെയ്യുന്നുണ്ട്, പക്ഷേ അത് മനുഷ്യന് അന്ധകരായിട്ടും മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശാസ്ത്രം നമ്മുടെ അന്ധകരായി തീരാതിരിക്കട്ടെ. ഈ കഥയും അത്തരത്തിലുള്ള ചില ധാരണകളാണ് നമുക്ക് നൽകുന്നത്. പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ശാസ്ത്രം പ്രയോഗിക്കുമ്പോൾ അത് നമ്മളൊരു നിയന്ത്രിച്ചൊക്കെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ക്രമാതീതമായിട്ട് നമ്മൾ അതിൽ ആഹ്ലാദിച്ച് അതിലില്ലാതെ ഉപയോഗിച്ചൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കൈവിട്ടു പോകും. ലോകം തന്നെ ഒരു വലിയ ആപത്തിലേക്ക് ചെന്ന് പതിക്കും. ഇപ്പോൾ തന്നെ ചൂടും തണുപ്പും ഒന്നും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വഴുതിപ്പോയിരിക്കുകയാണ്. ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എത്ര ചൂട് നമുക്ക് താങ്ങാൻ പറ്റും? അതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണല്ലോ, ചിന്തിക്കേണ്ട വസ്തുതയാണ്. അപ്പോൾ അതിനകത്തെല്ലാം ഒരു ആപത്ത് കിടക്കുന്നുണ്ട്. ഈ വാഹനങ്ങളെല്ലാം നമ്മൾ ഇന്ധനങ്ങൾ കത്തിച്ച് കളയുമ്പോൾ വ്യവസായങ്ങളും കൽക്കരിയും അതും ഇതുമൊക്കെ കാരണം എത്രമാത്രം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നു, ചൂട് വർദ്ധിക്കുന്നു. നമ്മുടെ പ്ലാസ്റ്റിക് അതൊരു വലിയ വിപത്തല്ലേ. അത് കാരണം നമ്മൾ എന്തുമാത്രം കഷ്ടതകൾ അനുഭവിക്കുന്നു. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രം നമുക്ക് ഗുണം ചെയ്യുമ്പോൾ ഒട്ടേറെ ദോഷവും ചെയ്യുന്നുണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയും പുതിയ കുറച്ച് വർത്തമാനവുമായിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ഇത്ര നേരം എന്നെ ക്ഷമാപൂർവ്വം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.